ഏവർക്കും നമസ്കാരം. ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് ഭാരതത്തിലെമ്പാടും നടക്കുകയാണ്. ഇതിപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ 2-3 വർഷമായി ഈ വിഷയത്തിൽ ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളുടെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഫീഡ്ബാക്കിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2019 ഇത് സംബന്ധിച്ച കരട് ഈ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കസ്തൂരി രംഗൻ അവർ പുതിയ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി HRD മിനിസ്റ്റർക്ക് സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷവും ധാരാളം ചർച്ചകൾ നടന്നു. ഇന്നിപ്പോ അത് ഔദ്യോഗിക രേഖയായി വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ പത്രമാധ്യമ രംഗത്തും അതുപോലെ തന്നെ കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങളിലും പൊതു ഇടങ്ങളിലും ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്, വിശേഷിച്ച് കേരളത്തിൽ. എന്നാൽ ഇതിലേറെ സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളത്, ഒരു 90% സ്ഥലങ്ങളിലും നടന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് നടത്തുന്നത് ഒന്നും ശരിയല്ല എന്ന മുൻവിധിയോടുകൂടിയാണ്. അതുപോലെ തന്നെ ഇത് എല്ലാം ശരിയാണ് എന്ന വേറൊരു മുഖവും ആ തരത്തിലെയും ചർച്ചകൾ നടന്നു. ഇവിടെ ഈ ചർച്ചക്ക് നാം തുടക്കം കുറിക്കുന്നത് 100% പൂർണ്ണമാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഏത് രേഖയ്ക്കും അതിൻ്റെതായ പാകപ്പിഴകൾ ഉണ്ടാവാം. ആ പിഴവുകൾ കാലാകാലങ്ങളിൽ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയരേഖ അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും സ്വതന്ത്ര ഭാരതം കണ്ടിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയരേഖകൾ ആകെ 2 ഇതോടകം വന്നിട്ടുള്ളത്. ഒന്ന് 1964-66 കാലഘട്ടത്തില് DC കോത്താരി അധ്യക്ഷനായി വന്ന കോത്താരി കമ്മീഷൻ. 20 വർഷമായിരുന്നു അതിന്റെ കാലാവധി. ആ 20 വർഷത്തിലൂടെ നടപ്പിലാക്കി നമ്മുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള നാനാ മേഖലകളെ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് നിലവിൽ വന്ന ആ വിദ്യാഭ്യാസം, ആ സമ്പ്രദായത്തിലൂടെ പഠിച്ചു വന്നവരാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിലെ ഉള്ള എല്ലാവരും തന്നെ. 1986 അതിന്റെ കാലാവധി കഴിഞ്ഞു. തീർച്ചയായിട്ടും മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്തും തൊഴിൽ രംഗത്തും അതുപോലെ തന്നെ ആഗോളതലത്തിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ ക്രമത്തിൽ, ദേശീയ വിദ്യാഭ്യാസ ക്രമത്തിൽ മാറ്റം വരേണ്ടത് സ്വാഭാവികമാണ്. അങ്ങനെ 86 മുതൽ വീണ്ടും ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം പലകുരു നടക്കേണ്ടായി. എന്നാൽ രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള പല കാരണങ്ങളെ കൊണ്ട് അതെല്ലാം നീണ്ടുപോവുകയായിരുന്നു. അങ്ങനെ നീണ്ടുപോകുന്ന ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രം സ്വീകരിച്ചിട്ടുള്ളതായ പുതിയ വിദ്യാഭ്യാസ നയം, ആ നയരേഖ ഇനി വരാൻ പോകുന്ന അടുത്ത 20 വർഷത്തെ ഭാരതത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒന്നാണ്. ആ നയരേഖ രൂപപ്പെടുത്തുന്നതിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭന്മാര്, ഈ രംഗത്ത് ഗവേഷണാത്മകമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാവരും അവരുടെ ഫീഡ്ബാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മുൻ കമ്മീഷനുകൾ, വിശേഷിച്ച് കോത്താരി കമ്മീഷൻ തുടങ്ങിയതായ കമ്മീഷൻ, അതിനൊക്കെ അപ്പുറമായി ഭാരതത്തെ ഒരു സ്വരാജ്യ ആയി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച, അടിസ്ഥാന വിദ്യാഭ്യാസ നയരേഖ അവതരിപ്പിച്ച രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ സങ്കല്പങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പുതിയ നയരേഖ വരികയാണ്. ഈ നയരേഖയുടെ ഉള്ളടക്കം എന്താണ്, അതിന്റെ സമീപനം എന്താണ്, അതിന്റെ ഘടന എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ്,
എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. പൂർണ്ണമായും ഒരു അക്കാഡമികമായ ചർച്ചയാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഘടനയെക്കുറിച്ച് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ നിലവിൽ നമുക്ക് LKG മുതൽ നിലനിൽക്കുന്നതായ ഒരു വിദ്യാഭ്യാസ ക്രമമുണ്ട്. ആ ക്രമത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ്, യൂണിവേഴ്സിറ്റി എന്ന രീതിയിലാണ്. ആ ഘടന ഒന്നടങ്കം മാറിയിട്ട് 12ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തെ 4 വിഭാഗങ്ങളായി മാറുകയാണ്. അതായത് 1ാം ക്ലാസ്സിന് മുമ്പ് 3 ഘട്ടം, പ്രിപ്പാരറ്ററി എന്ന് പറയുന്ന LKGക്ക് മുമ്പ് 1 വർഷം കൂടി കൂട്ടിച്ചേർത്ത് അതും LKG, UKG 1, 2 ഇങ്ങനെ 5 വർഷം നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ ഘട്ടം. ഇതിൽ ചൈൽഡ് കെയർ, അതുപോലെ തന്നെ ശിശുവിദ്യാഭ്യാസം, ഈ കാര്യങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ്. യുനെസ്കോയിന്റെയും ഭാരതത്തിന്റെ ഭരണഘടനയുമെല്ലാം എക്കാലത്തും ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നാണത്. പക്ഷെ ഇപ്പോഴാണ് അത് നടപ്പിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഈ 5 വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവിനെ ഒരു യൂണിറ്റായും, പിന്നീട് 3, 4, 5 ക്ലാസ്സിലുള്ള 3 വർഷം രണ്ടാമത്തെ ഘട്ടമായും, 6, 7, 8 ക്ലാസ്സുകളായിട്ടുള്ള 3 വർഷം വീണ്ടും അതിന്റെ ഒരു 3ാം ഘട്ടമായും വരുന്നുണ്ടാവും. തുടർന്ന് ഇന്നത്തെ ഹയർ സെക്കൻഡറി കൂടി കൂട്ടിച്ചേർത്ത്, അതായത് 9, 10, 11, 12 ഇത് വേറൊരു യൂണിറ്റാണ്. ഇതാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പൊതുഘടന. ഇതിനെയാണ് സാധാരണ 5+3+3+4 എന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. ഇതിൽ സ്വാഭാവികമായും നിലവിലുള്ള LP, UP, ഹയർ സെക്കൻഡറി എന്ന സങ്കല്പം മാറും എന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ്. പക്ഷെ പലപ്പോഴും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇനി മുതൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതാകാൻ പോവുകയാണ്, ഇനി മുതൽ UP സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതാകാൻ പോവുകയാണ്. ഈ നിലയിൽ പറയുമ്പോൾ ശരിയാണ്. പക്ഷെ ഒരു പുതിയ ഘടനയിലേക്ക് ഈ വിദ്യാഭ്യാസം വരുന്നു എന്നതാണ് ഇതിന്റെ പ്രധാനം. അതിന്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇനി ഹയർ എഡ്യൂക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് എന്നീ 3 വിഭാഗങ്ങളിലായി BSc, BCom, BA, BFA തുടങ്ങിയതായ വ്യത്യസ്തമായ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ 3 വർഷം നീണ്ടു നിൽക്കുന്ന ഉണ്ട്. അത് മാറിയിട്ട് അതിന്റെ ഘടന മാറാൻ പോവുകയാണ്. അതിന്റെ ഘടന മാറുന്നത് എന്ന് വെച്ചാൽ 3 വർഷത്തിന് പകരം 4 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി കോഴ്സുകളായി മാറാൻ പോവുകയാണ്. അതിന് പേരും മാറാൻ പോകുന്നു. അതിന്റെ പേര് ബാച്ചിലർ ഓഫ് ലിബറൽ ആർട്സ്, BLA. അപ്പോ മാത്തമാറ്റിക്സ് കഴിഞ്ഞവരും ഫിസിക്സ് കഴിഞ്ഞവരും അതുപോലെ തന്നെ ഭാഷാ വിഷയങ്ങൾ കഴിഞ്ഞവരും എല്ലാം ഈ ആർട്സ് ആയിട്ട് മാറുകയാണ്. സയൻസ്, ടെക്നോളജി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ഇതെല്ലാം ആർട്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ യൂണിറ്റിന്റെ പരിധിയിലേക്ക് വരുന്നു. ഇത് അതിന്റെ ഘടനയിൽ മാത്രമല്ല അതിന്റെ ഉള്ളടക്കത്തിലും വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. അത് നാം ചർച്ച ചെയ്യാം. ഇങ്ങനെ 4 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് ആണ് ഡിഗ്രി. തുടർന്ന് അങ്ങോട്ട് 1 വർഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ 2 വർഷമാണ്. ആ വർഷം 1 മാറുന്നു. അങ്ങനെ മാറുമ്പോൾ നിലവിലുള്ള 1 വർഷം പോലും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ റിസർച്ച്
രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ വീണ്ടും ഒരു വർഷം കൂടി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നതായ ഡിഗ്രി വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തോടൊപ്പം ഇന്ന് നിലവിൽ അധ്യാപന രംഗത്ത് അധ്യാപക വിദ്യാഭ്യാസം നിലനിൽക്കുന്നത് B.Ed, D.Ed, B.Ed ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ്. അത് അടുത്ത കാലത്ത് 2 വർഷമാക്കി. നേരത്തെ 1 വർഷമായിരുന്നു. അത് മിക്കവാറും ഡിഗ്രി കഴിഞ്ഞാണ് പ്രവേശന യോഗ്യത. ഇനി മുതൽ എപ്രകാരമാണോ MBBS-ഉം അതുപോലെ തന്നെ ബിടെക്കും തുടങ്ങിയതായ പ്രൊഫഷണൽ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്, അതുപോലെ അധ്യാപന വിദ്യാഭ്യാസം പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുകയും അങ്ങനെ 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സായി B.Ed മാറാൻ പോവുകയാണ്. അങ്ങനെ മാറി കഴിയുമ്പോൾ ഏത് വിഷയത്തിലാണോ പ്രവേശിച്ചത് ആ വിഷയത്തെക്കുറിച്ചുള്ള ഗൗരവമാർന്ന പഠനം, അതിന്റെ ഒരു മെത്തഡോളജിക്കൽ ആസ്പെക്ട്സോടുകൂടിയുള്ള പഠനം പൂർത്തീകരിക്കും 4 വർഷം കഴിയുമ്പോൾ. തുടർന്ന് അതേ കാര്യത്തിൽ ഗവേഷണാത്മകമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് അധ്യാപന രംഗത്തുള്ളതായ കാതലായിട്ടുള്ള മാറ്റം. ഇനി ഏവർക്കും ആകാംക്ഷയോട് നോക്കുന്ന ഒരു രംഗമാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. MBBS അതുപോലുള്ള തന്നെ BAMS തുടങ്ങിയതായ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം, ബിടെക് തുടങ്ങിയതായ സാങ്കേതിക വിജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതായ പഠന വിഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇതെല്ലാം പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ഇനി മുതൽ ഇത് ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ പോകുന്നു. ഇവിടെയും പലപ്പോഴും മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല ഇല്ലാതാകാൻ പോകുന്നു. ശരിയാണ്, ഇനി ഇല്ലാതാകാൻ പോവുകയാണ്. പക്ഷെ അത് എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതാണ് പ്രാധാന്യം. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഒരിക്കലും വേറിട്ട് നിൽക്കേണ്ട ഒന്നല്ല, അത് ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇവയെല്ലാം ഹയർ എഡ്യൂക്കേഷന്റെ പരിധിയിൽ വരേണ്ടതാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി ഇതെല്ലാം ഒരു യൂണിറ്റായി മാറാൻ പോകുന്നു. ഇതാണ് അതിന്റെ അത് സംബന്ധിച്ചുള്ളതായ മാറ്റം. ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ ഘടനയിൽ വരാൻ പോകുന്ന മാറ്റം, 3 തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളാണ് വരാൻ പോകുന്നത്. 1 റിസർച്ച് യൂണിവേഴ്സിറ്റീസ്, 2 ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസ്, 3 ജനറൽ യൂണിവേഴ്സിറ്റി. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഗവേഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് റിസർച്ച് യൂണിവേഴ്സിറ്റികളെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ അവിടെ ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കായിരിക്കും മുൻതൂക്കം. ഇന്ന് നിലവിലുള്ള ഡിഗ്രി എടുക്കുന്ന തരത്തിലുള്ളതായ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്ന നിലയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മുൻതൂക്കം കൊടുക്കുന്നതായിരിക്കും 3ാമത്തെ കാറ്റഗറി. അങ്ങനെ ഈ 3 സ്വഭാവത്തോടു കൂടിയുള്ളതാണ് യൂണിവേഴ്സിറ്റികൾ വരാൻ പോകുന്നത്. ഇനി ഈ നേരത്തെ പറഞ്ഞ അധ്യാപന വിദ്യാഭ്യാസം ഇപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിനു പകരം ഇതെല്ലാം ഒരു സ്കൂൾ കോംപ്ലക്സിന്റെ, ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് അത് വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആ 4 വർഷം പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി LKG മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏർലി ചൈൽഡ്ഹുഡ് മുതൽക്ക് ഉള്ള അനുഭവം, നേരിട്ടുള്ള അനുഭവം അവർക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അവർ അതിൽ ആ കോംപ്ലക്സിലുള്ളതായ തൊഴിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അഥവാ വയോജന വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒക്കെ അടുത്തറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു. ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇനി ഏറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയം, ഇനി വരാൻ പോകുന്ന വിദ്യാഭ്യാസ
ക്രമത്തിൽ ഈ ഗവേഷണം, ഇതിൽ ഊന്നി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഗവേഷണങ്ങൾ ഓരോന്നും രാഷ്ട്ര പുരോഗതിക്ക് അനുഗുണമായിരിക്കണം, സമൂഹത്തിന്റെ പുരോഗതിക്ക് അനുഗുണമായിരിക്കണം. അഗ്രികൾച്ചറൽ മേഖലയിലുള്ള ആളുകളുടെ ഗവേഷണം നമ്മുടെ കാർഷിക രംഗത്തെ ബലപ്പെടുത്തുന്നതാവണം. ഇതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്താണെങ്കിലും മാനവിക വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും ഏതു മേഖലയിലുള്ള ഗവേഷണമാണെങ്കിലും ആ ഗവേഷണങ്ങളെല്ലാം സാധാരണ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക്, ഈ നാടിന്റെ പുരോഗതിക്ക് വേണം എന്ന ഒരു നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നത് വെച്ചാല് ഇനി ഗവേഷണം അങ്ങോട്ട് നിൽക്കാൻ പോവുകയാണ്, ഇനി ഗവേഷണത്തെ അവിടെ സെന്ററിൽ നിന്ന് നിയന്ത്രിക്കും എന്നൊക്കെയുള്ള ഒരു തെറ്റായ പ്രചരണമുണ്ട്. ശരിയാണ്, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംസ്ഥ വരാൻ പോവുകയാണ്. നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള ഗവേഷണ പദ്ധതികൾക്ക് ഒരു ഐക്യരൂപം ഇല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. ഇനി വരാൻ പോകുന്ന രീതിയിൽ ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ അത് നമ്മുടെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സാമ്പത്തിക രംഗത്തും ശാസ്ത്ര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആയിരിക്കും ഗവേഷണങ്ങൾ നടക്കാൻ പോകുന്നത്. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. പക്ഷെ അതിനെ വളരെയേറെ തെറ്റിദ്ധരിച്ചിട്ടാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ ഗവേഷണ പ്രബന്ധങ്ങളും പദ്ധതികളും പ്രൊജക്ടുകളും എല്ലാം അതിന് വളരെ ഗൗരവമുള്ള ഫണ്ടിങ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സംവിധാനവും ഈ NRFന്റെ ചുമതലയിൽ വരുന്നതാണ്. ഇനി തീർന്നില്ല. ഇപ്പോൾ നമ്മൾ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് നമ്മുടെ വിദ്യാർത്ഥികൾ പോകുന്നു. അതുപോലെ തന്നെ വിദേശത്തുള്ള സർവകലാശാലകൾ പലതും ഇങ്ങോട്ട് വരുന്നു. നമ്മളുടെ പല വിജ്ഞാന ശാഖകളും ഇനി മുതൽ വിദേശങ്ങളിലേക്ക് പോകണം. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയാൻ കഴിയുന്നതായ വിദ്യാഭ്യാസ പദ്ധതികള്, സ്ഥാപനങ്ങൾ ഇവിടേക്കും വരും. ആഗോള തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഇന്റർനാഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന സങ്കല്പത്തിന് മുൻതൂക്കം വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നാം മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം ഇനി ഉണ്ടാകാൻ പോകുന്ന തൊഴിൽ മേഖലയിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പോകുന്ന പുതിയ വെല്ലുവിളികൾ, ഇതിനെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു തലമുറയായിരിക്കണം വളർന്നു വരേണ്ടത് എന്നാണ് ഇതിലെ കാഴ്ചപ്പാട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ, പൊതുവിദ്യാഭ്യാസത്തിന്റെയും സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെയും എല്ലാം ഭാഗമാകാൻ പോകുന്നു. നിലവിൽ ഒരു പഠനം പറയുന്നത് എന്ന് വെച്ചാല്, ഇതിന്റെ തന്നെ പീഠികയിൽ പറയുന്നത്, ഇപ്പോ 19നും 24നും ഇടയ്ക്കുള്ള വിദ്യാർത്ഥികൾ, ഒരു വയസ്സുള്ള ആളുകൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വെറും 5% മാത്രം വിദ്യാർത്ഥികളാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് സമർത്ഥരായി പുറത്തു വരുന്നത്. എന്നാൽ ഇതേ സമയത്ത് സൗത്ത് കൊറിയയിലുള്ള വിദ്യാഭ്യാസ ക്രമത്തിലാണെങ്കിൽ 86.5% ആണ് അവരുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഗ്രോത്ത് റേറ്റ്. ജർമ്മനിയിൽ ഇത് 75%. അതുപോലെ തന്നെ USA-യിലാണെങ്കിൽ 52% ആണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ തലമുറ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുന്നത് പോലെ തന്നെ തൊഴിൽ രംഗത്തും മുന്നേറേണ്ടതുണ്ട്. കാരണം തൊഴിലില്ലായ്മയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം. ആ ശാപത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് ഇതിലെടുത്തിട്ടുള്ളത്. അതിൽ 2030 ആകുമ്പോഴേക്കും ഈ 5% എന്നുള്ളത് അത് 50% ഉയർത്തുകയും അങ്ങനെ ക്രമത്തിൽ 2040 ആകുമ്പോഴേക്കും ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സങ്കല്പം. ഇത് എല്ലാ കാലത്തും
വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അധ്യാപക സമൂഹവും ഒക്കെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പക്ഷേ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് ഇത് നമ്മുടെ തലമുറയെ തൊഴിൽ മേഖലയിലേക്ക് വലിച്ചെറിയുന്ന ഒന്നാണ് എന്നാണ്. ഇത് പറഞ്ഞാൽ തോന്നുന്നത് ഇവരെല്ലാവരും വിജ്ഞാനം ഇങ്ങനെ സ്വീകരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ലല്ലോ. പഠിച്ച വിദ്യ എന്താണോ ആ വിദ്യയിലൂടെ തന്നെ രാജ്യ പുരോഗതിയിൽ പങ്കാളികളാക്കിക്കൊണ്ട് ഓരോ വ്യക്തിയെയും ഈ നാടിന്റെ പുരോഗതിയിൽ പങ്കാളികളാക്കുന്ന രീതിയിൽ ഉള്ള ഒരു സമീപനമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ഈ താഴേക്ക് മുതൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ഇത്തരത്തിലൊരു ഘടനാ മാറ്റം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു ഘടനാ മാറ്റം? ഈ ഘടനാ മാറ്റത്തിന്റെ കാര്യം ഒന്ന്, ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ ക്രമത്തിൽ വിദ്യാർത്ഥി നേരിട്ട് വിഷയങ്ങൾ പഠിക്കുക, മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ. ഇത് കുട്ടിയുടെ ഹൃദയവികാസത്തിന്, വൈകാരികമായ ആ ഒരു വളർച്ചയ്ക്ക്, ബൗദ്ധികമായൊരു വളർച്ച എന്നതിനപ്പുറമായി ഒരു ഹൃദയവികാസം ഉണ്ടാവുന്നില്ല, മനോവികാസം ഉണ്ടാവുന്നില്ല. അത് ഈ പറഞ്ഞ ആദ്യത്തെ 5 വർഷം 2 ക്ലാസ് വരെയുള്ള കാലഘട്ടം ഏതൊരു വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ വിഷയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയല്ല, മറിച്ച് ഈ ലോകത്തെ കാണാനും ഈ ലോകത്തിന്റെ സൗന്ദര്യത്തെ അനുഭവിക്കാനും ലോകത്തിന്റെ വൈവിധ്യങ്ങളെ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന തരത്തിലുള്ള ജിജ്ഞാസ അത് പ്രകൃതിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കണം. ആ നിലയിലാണ് ആ ഘടനയിൽ വന്നിരിക്കുന്ന മാറ്റം. അവിടെ ഭാഷയും അതുപോലെ തന്നെ സംഗീതവും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. തുടർന്ന് 3, 4, 5 ക്ലാസ്സിലാണ് യഥാർത്ഥത്തിൽ ഔപചാരികമായ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം വരുന്നത്. അവിടെയാണ് കൂടുതലായി എഴുത്ത്, വായന തുടങ്ങിയതെല്ലാം വരുന്നത്. ഇവിടെ എല്ലാ തലത്തിലും, ഈ 1ാമത്തെയും 2ാമത്തെ തലത്തിലും മാതൃഭാഷയ്ക്ക് ആണ് പ്രാധാന്യം. മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാത്ത ആരും തന്നെയില്ല. എന്നാൽ ഇന്നും പലപ്പോഴും വാദത്തിന് വേണ്ടിയിട്ട് പറയുന്നത് ഇങ്ങനെ മാതൃഭാഷ പഠിച്ചു പോയാൽ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിനെല്ലാം നമ്മൾ മറക്കേണ്ടി വരില്ലേ എന്നാണ്. നിലവിലുള്ള ഇംഗ്ലീഷ് പഠനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് മാത്രമല്ല, ഫ്രഞ്ച്, ജർമ്മനി, ജാപ്പാനീസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലുള്ള ഭാഷകൾ കൂടി പഠിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്ന ഒന്നാണ് ഭാഷാ സമീപനം. മാത്രമല്ല, ഇന്നിപ്പോ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി LKG മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ കടന്നു വീണ്ടും ഗവേഷണം കഴിഞ്ഞാൽ പോലും ഒരിക്കലും നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള ഭാഷയായ തമിഴിനെ കുറിച്ച്, തമിഴ് ഭാഷയുടെ ഘടനയെക്കുറിച്ച്, തമിഴ് സാഹിത്യത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് നാം അറിയുന്നില്ല. ഇത് തന്നെയാണ് കർണാടകത്തെക്കുറിച്ച്, നമ്മുടെ തൊട്ടടുത്താണ്, പക്ഷെ നാം അറിയുന്നില്ല. പക്ഷേ അതോടൊപ്പം നമ്മൾ എന്തു പറയുന്നു? നാഷണൽ ഇന്റഗ്രേഷനെ കുറിച്ച് വാചാലമായി പറയുന്നു. സ്വന്തം നാടിന്റെ അയൽവക്കത്തുള്ള പൈതൃകത്തെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച് ഒരിക്കലും അറിയാതെ ഉള്ള ഒരു രീതിയാണ് നമുക്കിന്ന് ഉള്ളത്. അത് മാറാൻ പോവുകയാണ്. ഇതാണ് സമീപനത്തിലുള്ള ഒരു മാറ്റം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ കടന്നുപോകുന്ന 1ാമത്തെ ഘട്ടത്തിൽ ഉള്ള ഒരു വിദ്യാർത്ഥി പോലും നമ്മുടെ ഇന്ത്യൻ ഭാഷകളുടെ ലിപികളെ കണ്ടുകൊണ്ടാണ്, പരിചയപ്പെട്ടുകൊണ്ടാണ് അവർ പഠനം തുടങ്ങുന്നത്. വിവിധ ഭാഷകളിലുള്ള മനോഹരമായ സംഗീതം, വിവിധ ഭാഷകളിലുള്ള കലകളെക്കുറിച്ചുള്ള
ഒരു അറിവുകൾ, ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇങ്ങനെ പോകുന്നതിന്റെ ഒരു തുടർ പ്രക്രിയയാണ് 3, 4, 5 കാലഘട്ടത്തിൽ. അതും മാതൃഭാഷയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ്. മറ്റു ഭാഷകളൊന്നും ഇല്ലാതാക്കാനോ ഏതെങ്കിലും ഒരു ഭാഷ അടിച്ചേൽപ്പിക്കുകയല്ല, മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് അവിടെയുള്ള ഇമ്പോർട്ടൻസ്. ഇനി 5ാം തരം കഴിഞ്ഞാൽ 6, 7, 8 എന്ന ആ 3ാം ഘട്ടത്തിൽ ഭാരതീയ ഭാഷകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൺ കോഴ്സ് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കോഴ്സിലൂടെ കുട്ടി കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരമാലകളിലൂടെയും പദങ്ങളിലൂടെയും വാക്കുകളിലൂടെയും വിദ്യാർത്ഥി കടന്നുപോകുന്നു. ആ കടന്നുപോക്ക് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന എന്താണ്, ദേശീയ ആ ഒരു നാഷണൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു സാമൂഹികമായ സഹവർത്തിത്വം എന്നുള്ളത്, ഏകം സത് വിപ്രാഹ ബഹുധാവദന്തി എന്ന് പറയുന്ന പ്രാചീനമായ ഒരു കൺസെപ്റ്റ്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആധുനികമായ സങ്കല്പം എല്ലാം കുട്ടിയുടെ ജീവിതാനുഭവമായിട്ട് മാറാൻ പോവുകയാണ്. ഇവിടെ തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങുന്നതും ഈ 3ാം ഘട്ടത്തിലാണ്. 4ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ തന്നെ കുറച്ചുകൂടി എന്താണ് ഒരു അഡ്വാൻസ് സ്റ്റേജാണ്. ഈ സ്റ്റേജിലുള്ള ഒരു പ്രത്യേകത, നിലവിൽ ഒരു വിദ്യാർത്ഥി സയൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജന്മം മുഴുവൻ സയൻസിന്റെ രീതിയിലേക്ക് തന്നെ പോകണം. അല്ല, ഹ്യൂമാനിറ്റീസ് ആണ് എങ്കിൽ അവൻ ഒരിക്കലും സയൻസിലേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ഭാവി നേരത്തെ തന്നെ നിർണയിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. അത് മാറിയിട്ട് അവിടെ കുറെ കൂടി ലിബറൽ അപ്രോച്ച് വരാൻ പോവുകയാണ്. മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു സമീപനം. അതായത് ഈ പഠിച്ചു പോകുന്ന വിദ്യാർത്ഥിക്ക് തന്റെ അഭിരുചി അനുസരിച്ച് മെഡിക്കൽ രംഗത്തേക്കും സാങ്കേതിക രംഗത്തേക്കും അതോടൊപ്പം ഭാഷാ മാനവിക വിഷയങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. ഇനി ഡിഗ്രിയിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കാം, അവിടെ നിന്ന് വീണ്ടും ഏത് മേഖലയിലേക്ക് പോകുന്നതിനുള്ള അവസരമുണ്ട്. ഇതിന് ഇന്നത്തെ ഭാഷയിൽ പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി എന്നാണ്. ബുദ്ധിജീവികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇന്റർ ഡിസിപ്ലിനറി. ഈ ഇന്റർ ഡിസിപ്ലിനറിയുടെ സമീപനം ഇപ്പോൾ ഈ നയരേഖയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തുള്ള ഒരു പൊതുവായിട്ടുള്ള സമീപനം. ഇനി ഈ വിദ്യാഭ്യാസത്തിന്റെ വളരെ കാതലായ ഒരു കാര്യം, നിലവിലുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫി, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറോസെൻട്രിക് ആണ്. യൂറോപ്യൻ തത്വചിന്തയുടെയും യൂറോപ്യൻ സൈക്കോളജിയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തൂണ് എന്ന് പറയുന്നത്. ഈ വിജ്ഞാനം എന്നാൽ ഫ്രോയിഡും യുങ്ങും അഡ്ലർ തുടങ്ങിയതായ മനോവൈജ്ഞാനികന്മാർ അവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായ ആ സൈക്കോളജി, അത് അവരുടെ ജീവിതത്തിൽ പോലും രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതായത് മാനസികമായ വിഭ്രാന്തി കൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ അന്ത്യം പോലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രം, ഒരു സൈക്കോളജിയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ ക്രമത്തിലൂടെ വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു ടോട്ടൽ ഡെവലപ്മെന്റ്, കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, വികലമായ ബുദ്ധി മാത്രം വികസിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അതിനൊരു സമഗ്രത ഇല്ലാതെ പോകുന്നു. ആ സമഗ്രത ഇല്ലാതെ പോകാനുള്ള കാരണം ഈ നാടിന്റെ ദർശനവും ഈ നാടിന്റെ മനോവൈജ്ഞാനിക സമീപനവും ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ആ രീതിശാസ്ത്രത്തിന്റെ ഒരു മാറ്റം, പ്രധാന മാറ്റം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇന്ത്യൻ സൈക്കോളജിയുടെയും
ഇന്ത്യൻ ദർശനത്തിന്റെയും, ഇന്ത്യൻ ഫിലോസഫി അല്ല, ഇന്ത്യൻ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താൻ പോകുന്നു. അവിടെ മനുഷ്യനെ ഒരു ടോട്ടൽ ഡെവലപ്മെന്റ്, കംപ്ലീറ്റ് മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞ വിദ്യാഭ്യാസം, മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട വിദ്യാഭ്യാസം, ഇങ്ങനെ ഈ നാടിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതായ മഹാന്മാരുടെ സ്വപ്നങ്ങളെയാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം, ലോകത്തിലെ ഭാഷകളുടെ ഒരു സങ്കരഭൂമിയാണ് ഭാരതം. ആ ഭാഷകളുടെ പഠനത്തിന് ഇന്ന് ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഷകളും ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിവാസി ഭാഷ മുതൽ നിരവധിയായിട്ടുള്ള ഭാഷകൾ ഇന്ന് ഇല്ലാതാകാൻ പോവുകയാണ്. അതിനു പകരമായിട്ട് ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ ഭാഷകൾക്ക് മുൻതൂക്കം നൽകുകയും ആ ഭാഷകളിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ തയ്യാറാക്കുകയും അതിലൂടെ പഠനങ്ങൾ നടക്കുകയും അത് ആ ഭാഷയിൽ പുതിയ രീതിയിലുള്ള സാഹിത്യങ്ങൾ സന്നിവേശിപ്പിച്ചുമെല്ലാം അതിനെല്ലാം പുനർജീവിപ്പിക്കുക. ഒരു ഭാഷയുടെ പുനർജീവനം എന്നാൽ ഒരു ജനവിഭാഗത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ പുനർജീവനമാണ്. അങ്ങനെ ഇന്ത്യൻ ഭാഷകളുടെ പുനർജീവനമാണ് ഇതിലൂടെ നാം മുന്നോട്ട് വെക്കുന്നത്. ഇതും ഭാഷയെ സ്നേഹിക്കുന്ന, സംസ്കാരത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടായിരുന്നു പല പുരോഗമന പ്രസ്ഥാനക്കാരും വാശിയോടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഭാഷയുടെ കാര്യത്തിൽ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഗവേഷണം രംഗം കുറെ കൂടി മെച്ചപ്പെടുത്തി രാജ്യത്തിന്റെ പുരോഗതിക്ക് അനുഗുണമായി മാറുക. ഇങ്ങനെ അടുത്ത 20 വർഷം, അതായത് 2040 വരെ ഉള്ള കാലഘട്ടത്തിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ വിദ്യാഭ്യാസ നയം, അതിന്റെ അലകും, നിലവിലുള്ളതിന്റെ അലകും പിടിയും മാറുന്ന ഒന്നാണ്. അത് നയരേഖ പറയുന്നത് പോലെ ആവണമെന്നില്ല. അത് ഇംപ്ലിമെന്റേഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് സംബന്ധിച്ചുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അതത് രംഗത്തുള്ള ആളുകളാണ് ഇതിനെക്കുറിച്ച് പഠിച്ച് അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അങ്ങനെ എല്ലാ വർഷവും ഇത് സംബന്ധിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കുകയും കറക്ഷനും റീകറക്ഷനും നടത്തി ഇത് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഒരു വലിയ സ്പേസ് ഇട്ടുകൊണ്ട് ആണ് ഈ വിദ്യാഭ്യാസ ക്രമം നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ നടപ്പിലാക്കാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഒരു അവസരമായിട്ടുള്ള ചർച്ച, സംവാദം, ആ സംവാദത്തിനുള്ള ഒട്ടേറെ സ്പേസുകൾ ഇതിലുണ്ട്. ആ സ്പേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതു മേഖലയിലും ഉള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തണം. ദൗർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്ന് കേരളത്തിൽ നടന്നിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അതത് മേഖലയിലുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ചർച്ചയാണ്. ഈ ചർച്ച നിങ്ങൾ സംവദിക്കുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അങ്ങനെ നമ്മുടെ അറിവ് അത് പുതിയ ചർച്ചകളിലൂടെ ആ പുതിയ കാഴ്ചപ്പാടുകൾ ഉരുത്തിരിഞ്ഞു വരികയും ഈ കാര്യങ്ങളെല്ലാം ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറി രേഖാമൂലം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം ഭാരതീയ വിചാര കേന്ദ്രം ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ള പല പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നാം ഈ ചർച്ച തുടങ്ങുന്നത്. ഇതിന്റെ മറ്റ് ഘടകങ്ങളെക്കുറിച്ച്, അതിന്റെ സൂക്ഷ്മമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ചോദ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ടു പോവാം. അങ്ങനെ ഈ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടുള്ളതായ ഒരു ചർച്ചയുടെ
ഒരു നല്ല തുടക്കം ഇവിടെ കുറിക്കുകയാണ്. അതിൽ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.